നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷിതം ചാനലിന് വേണ്ടി ചാനലിൻ്റെ ഫൗണ്ടറും CEO ആയിട്ടുള്ള ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സാമൂഹ്യ വിഷയങ്ങൾ, സാംസ്കാരിക വിഷയങ്ങൾ, അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ സമസ്ത വിഭാഗങ്ങളുടെയും പിന്തുണയും നമുക്ക് കിട്ടുന്നുണ്ട്. രാഷ്ട്രീയവും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം തന്നെയാണത്. രാഷ്ട്രീയമാണത്. അത് മറ്റൊരു തരത്തിലുള്ള നമ്മുടെ ഉപരാഷ്ട്രപതി ആര് എന്നുള്ളതാണ്. തമിഴ്നാടിൽ നിന്നുള്ള BJPയുടെ തമിഴ്നാട് പഴയ പ്രസിഡന്റും ഇപ്പോൾ ഗവർണർമാർ, 2 സ്ഥലത്ത് ഗവർണറായിരുന്നു, ഇപ്പോൾ ഗവർണറുമായിട്ടുള്ള നേരത്തെ DMK മുന്നണിയിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് MP ഒക്കെ ആയിരുന്ന CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പഴയ സംഘപ്രവർത്തകനെ RSSലൂടെയൊക്കെ വന്ന് BJPയിലേക്കൊക്കെ വന്ന സംഘപ്രവർത്തകനെയാണ് BJP കേന്ദ്രത്തിൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അവരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ടുണ്ട് പ്രശ്നം രാഷ്ട്രീയം. ഒന്ന്, കൃത്യമായി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും BJPക്കാരല്ലാത്തതിൻ്റെ പ്രതിസന്ധികൾ ഒരുപാട് BJP നേരിടുന്നു. നേരത്തെയുള്ള വൈസ് പ്രസിഡന്റിൻ്റെ പേരിലും അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. സംഘപ്രവർത്തനത്തിലൂടെ BJP പ്രവർത്തനത്തിലൂടെ കയറി വന്ന ആളല്ല എന്നൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനൊന്നും അങ്ങനെ അല്ലല്ലോ ഗവർണറായി വന്നവർ. ഇപ്പോൾ ആനന്ദബോസ്, അങ്ങനെ CV ആനന്ദബോസ് ബംഗാളിൽ അങ്ങനെയല്ല. ഒത്തിരി ആളുകൾ അല്ലാത്തവരും കയറി വരുന്നുണ്ട്. പല ഇങ്ങനെ കാറ്റഗറിയിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് കറകളഞ്ഞ BJPയും RSS സംഘപ്രവർത്തകനായിരിക്കണം എന്നുള്ള ഒരു തീരുമാനമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ CP രാധാകൃഷ്ണനിലൂടെ കഴിയുന്നുണ്ട്. രണ്ടാമത്തതാണ് വലിയൊരു പ്രധാന വിഷയം. തമിഴ്നാടിൻ്റെയും സൗത്ത് ഇന്ത്യയുടെയും ജിയോ പൊളിറ്റിക്സ്, ഭൗമരാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ CP രാധാകൃഷ്ണനിലൂടെ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണുള്ളത്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആക്കുമ്പോൾ അദ്ദേഹത്തിന് നാളെ പ്രസിഡന്റ് വരെ ആകാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ, തമിഴ്നാട്ടിൽ നിന്ന് നേരത്തെ APJ അബ്ദുൽ കലാം ഉണ്ടായിരുന്നു, രാമേശ്വരത്തുകാരനായ APJ അബ്ദുൽ കലാം ഉണ്ടായിരുന്നു. അത് പിന്നെ ന്യൂനപക്ഷത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി, മുസ്ലിംസിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി. പക്കാ രാഷ്ട്രീയക്കാരൻ, തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ BJPയുടെ സംസ്ഥാന നേതാവായിരുന്ന, അറിയപ്പെടുന്ന BJP നേതാവായ CP രാധാകൃഷ്ണനെ വയ്ക്കുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ കൂടി കൈകാര്യം ചെയ്യാൻ BJP നോക്കുന്നുണ്ടോ? തെക്കൻ രാഷ്ട്രീയം, തമിഴ്നാട് മാത്രമല്ല, കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ തെക്കൻ ദേശത്തെ രാഷ്ട്രീയം കൂടി കൈകാര്യം ചെയ്യാൻ നോക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തമിഴ്നാട്ടുകാർക്ക് എങ്ങനെയാണ് CP രാധാകൃഷ്ണനെ എതിർക്കാൻ പറ്റുക? സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് DMKയുടെ മുന്നണിയിൽ നിന്ന് നേരത്തെ ജയിച്ചിട്ടുള്ള ആളുമാണ്, MP ആയി കോയമ്പത്തൂരിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് സ്റ്റാലിൻ ഇദ്ദേഹത്തെ എതിർക്കാൻ പറ്റുക? എന്ത് സ്ട്രാറ്റജി ആയിരിക്കും സ്റ്റാലിനും DMKയും എടുക്കുന്നതെന്ന് അറിയാൻ BJP ഫോൾഡറുകളിലും മറ്റ് രാഷ്ട്രീയ ഇടങ്ങളിലും വലിയ കൗതുകമുണ്ട്. BJPക്കാർക്ക് സ്റ്റാലിനും DMKയ്ക്കും എതിർക്കാനും കഴിയില്ല. എന്നാൽ ഇത് BJP കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള റിട്ടയർ IPS ഓഫീസർ അണ്ണാമലൈ, അവിടെ BJP പ്രസിഡന്റായിരുന്നു, അണ്ണാമലയും കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആലോചന വരുന്നു. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ ഒന്ന് പിടിച്ചുലയ്ക്കുക എന്നുള്ള BJPയുടെ അജണ്ട എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളിനെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആക്കുന്നു. തമിഴ്നാട്ടിലേക്ക് പ്രധാനമന്ത്രി പോയിരുന്നു, ഈ ഇടയ്ക്ക് പോയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ 100ാം വാർഷികമായി ബന്ധപ്പെടുത്തി അവിടെ പോയിരുന്നു. അമിത്ഷാ നിരവധി തവണ തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും തമിഴ്നാട് രാഷ്ട്രീയത്തെയും തെക്കൻ ദേശത്തെ, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു പേഴ്സണാലിറ്റിയായി, വ്യക്തിത്വമായി CP രാധാകൃഷ്ണൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം മാറുമോ എന്നാണ് രാഷ്ട്രീയ ലോകം, BJP ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും CP രാധാകൃഷ്ണൻ BJPയുടെ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മാറിയിട്ടുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജയിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഇന്ത്യയിലെ ഇന്നത്തെ കണക്കുകൾ വെച്ചിട്ട്. എന്തായാലും CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ എന്താണ് തമിഴ്നാട് രാഷ്ട്രീയം കാത്തിരിക്കുന്നത്? സ്റ്റാലിൻ എന്തു തന്ത്രം, എങ്ങനെ, എപ്പോൾ, എവിടെ സ്വീകരിക്കും?